So in this session, we are going to discuss the textbook questions in the chapter number 3, data structures and operations. So we have two types of questions, know your progress and let us assess. So here in page number 74, you can see question, define data structure. So give the definition for data structure. A data structure is a particular way of organizing similar or dissimilar logically related data items which can be processed as a single unit. ഒരു യൂണിറ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന സിമിലറോ ഡിസിമിലറോ ആയിട്ടുള്ള ഡാറ്റയെ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു പർട്ടിക്കുലർ വേ ആണ്, ഒരു രീതിയാണ് ഡാറ്റ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Data structures allows the user to combine various types of data as well as allows processing of the group as a single unit. Data structures യൂസറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡാറ്റയെ ഗ്രൂപ്പ് ചെയ്യാനും അവയെ പ്രോസസ്സ് ചെയ്യാനും അനുവദിക്കുന്നു. So this is the definition for data structure. And the second question is, stack follows dash principle for organizing data. നമുക്കറിയാം സ്റ്റാക്ക് എന്ന് പറയുന്നത് അവസാനമായി ഇൻപുട്ട് ചെയ്ത, അവസാനമായി ഇൻസേർട്ട് ചെയ്ത ഐറ്റത്തെയാണ് നമ്മൾ ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. സോ അതിനെ നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് ആ പ്രിൻസിപ്പിളിന് പറയുക. സോ ദ പ്രിൻസിപ്പിൾ ഈസ് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. Then question number 3, name the data structure that follows FIFO principle. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ഏതാണ്? ദ ആൻസർ ഈസ് ക്യൂ. ദെൻ വാട്ട് ഈസ് മീൻ ബൈ അണ്ടർഫ്ലോ? എന്താണ് അണ്ടർഫ്ലോ? യു നോ ദാറ്റ് നമ്മളൊരു ഡാറ്റ സ്ട്രക്ചറിൽ ഓരോ ഐറ്റവും ഇല്ലാത്ത അവസ്ഥ, എല്ലാ ഐറ്റത്തെയും ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഡാറ്റ സ്ട്രക്ചറിൽ ഒരു ഐറ്റം പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് അണ്ടർഫ്ലോ. ഇഫ് യു ട്രൈ ടു ഡിലീറ്റ് എൻ ഐറ്റം ഫ്രം എൻ എംപ്റ്റി ഡാറ്റ സ്ട്രക്ചർ, ഇറ്റ് കോസസ് എൻ അൺഫേവറബിൾ സിറ്റുവേഷൻ കാൾഡ് അണ്ടർഫ്ലോ. അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ദർ ഈസ് നോ ഐറ്റം ടു ഗിവ്, ഡിലീറ്റ് ചെയ്യാൻ ഐറ്റം ഇല്ല. ഈ സിറ്റുവേഷനെയാണ് നമ്മൾ അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. വിച്ച് എലമെൻറ്റ് ഓഫ് സ്റ്റാക്ക് ക്യാൻ ബി ഡിലീറ്റഡ്? സ്റ്റാക്കിലെ ഏത് എലമെൻറ്റിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക? ഫസ്റ്റ് ആണോ ലാസ്റ്റ് ആണോ? ലാസ്റ്റ് ഐറ്റത്തെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഐറ്റം ഇൻസേർട്ടഡ് ഇൻ ടു സ്റ്റാക്ക് ലാസ്റ്റ്ലി. ഏറ്റവും അവസാനമായിട്ട് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത ഐറ്റത്തെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ദെൻ പേജ് നമ്പർ 82, നെയിം ആൻ എക്സാമ്പിൾ ഫോർ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ പേര് പറയാൻ വേണ്ടിയിട്ട്. So the answer is linked list. What is linked list? എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്? അതിനെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് പറയാം. ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. നോഡുകൾ പരസ്പരം ലിങ്ക് ചെയ്തിട്ടാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ടിലുണ്ടാവും, അവസാനത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്ന് പറയുന്നത് നള്ളായിരിക്കും. നോഡ് എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറാണ്. ഒന്നാമത്തെ ഭാഗം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ടാമത്തെ ഭാഗം ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്ററുമായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളാണ് ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ച് ബേസിക്കായിട്ട് നമ്മൾ പറയേണ്ടത്. സോ എ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ലിങ്ക്ഡ് നോഡ്സ്. നോഡുകൾ പരസ്പരം ലിങ്ക് ചെയ്തിട്ടുള്ള നോഡ്സിൻ്റെ കളക്ഷനാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. എ നോഡ് കണ്ടെയ്ൻ ഡാറ്റ പാർട്ട് ആൻഡ് പോയിൻ്റർ പാർട്ട്. ഒരു നോഡിൽ എന്തൊക്കെ ഉണ്ടാവും? ഡാറ്റ പാർട്ടും ഉണ്ടാവും, ലിങ്ക് പാർട്ടും ഉണ്ടാവും. എ നോഡ് ഈസ് എ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഒരു നോഡ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറാണ്. അഡ്രസ് ഓഫ് ഫസ്റ്റ് നോഡ് ഈസ് സ്റ്റോർഡ് ഇൻ എ സ്പെഷ്യൽ പോയിൻ്റർ കാൾഡ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോയിൻ്ററിലാണ് ഒന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്.
Link part of first node contains address of second node and link part of second node contain address of third node and so on. ഒന്നാമത്തെ നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ മൂന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. അങ്ങനെ അതങ്ങനെ തുടർന്നു പോകുന്നു. ലിങ്ക് പാർട്ട് ഓഫ് ലാസ്റ്റ് നോഡ് വിൽ ബി നൾ. അവസാനത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് നള്ളായിരിക്കും. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. Then a node of a linked list consists of dash and dash. നമ്മൾ പറഞ്ഞു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ നോഡിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, ഡാറ്റയും ലിങ്കുമാണ്. സോ കൺസിസ്റ്റ് ഓഫ് ഡാറ്റ ആൻഡ് ലിങ്ക്. Which is the facility of programming language used to define node of a linked list? ലിങ്ക്ഡ് ലിസ്റ്റിലെ നോഡ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജിലെ C++ പ്രോഗ്രാമിങ്ങിൽ അല്ലെങ്കിൽ ലാംഗ്വേജിൽ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഫെസിലിറ്റി ഏതാണ്? ഇറ്റ് ഈസ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഓരോ നോഡും സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറാണ്. വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് സ്റ്റാർട്ട് ഓർ ഹെഡർ ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ്? ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന പോയിൻ്ററിന് പറയുന്ന പേരാണ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡർ. അതിലെന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു. ഇറ്റ് ഈസ് അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ്. ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് ബേസ് അഡ്രസ്സ് ആയിരിക്കും സ്റ്റാർട്ട് പോയിൻ്റർ അല്ലെങ്കിൽ ഹെഡറിൽ ഉണ്ടാവും. ദെൻ ലാസ്റ്റ് പാർട്ട്, ലെറ്റ് us assess. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. എ കളക്ഷൻ ഓഫ് ഡാറ്റ പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എ കളക്ഷൻ ഓഫ് ഡാറ്റ പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. അത് ശരിയാണ്. ആൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ ഇംപ്ലിമെൻറ്റഡ് യൂസിങ് അറേസ്. ഇത് ശരിയല്ല. അറേ ഉപയോഗിച്ചും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റാക്സ് ആൻഡ് ക്യൂസ് ആർ ലോജിക്കൽ കൺസെപ്റ്റ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് അറേസ് ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. സ്റ്റാക്ക് ക്യൂ എന്നൊക്കെ പറയുന്നത് ലോജിക്കൽ കൺസെപ്റ്റാണ്. അതിനെ നമുക്ക് അറേ ഉപയോഗിച്ചോ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചോ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ശരിയാണ്. ഓവർഫ്ലോ ഒക്കേഴ്സ് ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. നോർമലി ഓവർഫ്ലോ ഒക്കർ ചെയ്യുന്നത് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ കേസിലാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ 1, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. സോ വിച്ച് ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻസ് ഫ്രം ദി ഫോളോയിങ്. സ്റ്റേറ്റ്മെൻറ്റ് 1, 3 and 4 ഓൺലി. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സോ ദിസ് ഇസ് ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് 1, 3 and 4 ഓൺലി. Then data structures may be static or dynamic. Give 2 examples for static data structures. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് സ്റ്റാറ്റിക്കോ ഡൈനാമിക്കോ ആവാം. ശരിയാണ്. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സിന് 2 എക്സാമ്പിൾ ചോദിക്കുന്നു. ഡാറ്റ സ്ട്രക്ചേഴ്സ് ഫോർ വിച്ച് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഇൻ സ്റ്റാറ്റിക് മോഡ് ആർ കോൾഡ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. പ്രോഗ്രാം എക്സിക്യൂഷൻ ആരംഭിക്കുന്നതിന് മുന്നേ ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് അത്തരം മെമ്മറി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് അറേസ്, സ്റ്റാറ്റിക് അറേ ആർ സ്റ്റാറ്റിക് ഇൻ നേച്ചർ. ആൾറെഡി സൈസ് പറയുന്നു, അതിനുശേഷം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ആ അറേ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ 10 സൈസുള്ള അല്ലെങ്കിൽ 100 സൈസുള്ള അറേ ഉപയോഗിച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ ഇറ്റ്സ് മാക്സിമം സൈസ് ഈസ് ആൾറെഡി ഡിറ്റർമിൻഡ്. സോ എക്സാമ്പിൾസ് ആർ സ്റ്റാക്ക് ക്യൂ. അപ്പോൾ സ്റ്റാക്ക് അറേ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റാക്ക് ക്യൂ ഒക്കെ എന്താണ്? സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. ദെൻ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ മേ ഫേസ് ഓവർഫ്ലോ സിറ്റുവേഷൻ. വൈ? സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിന് ഓവർഫ്ലോ ഉണ്ടാവും. എന്തുകൊണ്ട്? ഇൻ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ദ അവൈലബിൾ മെമ്മറി ഈസ് പ്രീ ഡിറ്റർമിൻഡ്. എത്രത്തോളം മെമ്മറിയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ആൾറെഡി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ when all the memory available is used, no more insert operation is possible. നമ്മൾ റിസർവ് ചെയ്ത് വെച്ച ലൊക്കേഷൻസ് എത്രയാണോ, മെമ്മറി എത്രയാണോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ആ ഡാറ്റ സ്ട്രക്ചർ ഫുള്ളായി കഴിഞ്ഞു. ദിസ് കോസസ് ദ ഓവർഫ്ലോ സിറ്റുവേഷൻ. ഇതാണ് ഓവർഫ്ലോ. ആൾറെഡി ഫില്ലായിട്ടുള്ള
ഒരു ഡാറ്റ സ്ട്രക്ചറിലേക്ക് പുതിയ ഐറ്റത്തെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് ഓവർഫ്ലോ. ദെൻ കംസ് ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ജസ്റ്റിഫൈ ദിസ് കമാൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്, ശരിയാണ്. അതിന് ന്യായീകരണം: മെമ്മറി ബ്ലോക്ക് റിക്വയർഡ് ഫോർ excuse me, linked list is allocated as and when it is required during runtime, so it is a dynamic data structure. എത്ര മെമ്മറിയാണ് ആവശ്യമുള്ള മെമ്മറിയൊക്കെ നമ്മൾ റൺ ടൈമിൽ വരുന്ന സമയത്താണ് അലോക്കേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഡൈനാമിക് ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. റൈറ്റ് അൽഗോരിതം ടു ഇൻസേർട്ട് ആൻ എലമെൻറ്റ് ഇൻ ടു എ സ്റ്റാക്ക്. ഒരു സ്റ്റാക്കിലേക്ക് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതം എഴുതാൻ വേണ്ടിയിട്ട്. സോ സ്റ്റാക്ക് എന്ന് പറയുന്ന പേരിലുള്ള ഒരു അറേ, എന്നാണ് അതിൻ്റെ സൈസ്, TOS ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു വേരിയബിളാണ് എങ്കിൽ, ആൻഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന വാല്യൂ VIL എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാക്കിലേക്ക് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് n-1 ആണോ എന്ന് പറഞ്ഞാൽ മാക്സിമം സൈസ് അറേ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം സൈസിനേക്കാൾ താഴെയാണോ ടോപ്പ് കിടക്കുന്നത്, വെദർ ദർ ഇസ് സ്പേസ് ഓർ നോട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ കറൻറ്റ് പൊസിഷനിൽ നിന്ന് ടോപ്പിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാം. എന്നിട്ട് ആ പൊസിഷനിലേക്ക് അറേയുടെ ടോപ്പ് എന്ന് പറയുന്ന ആ പൊസിഷനിലേക്ക്, ആ ഇൻഡെക്സിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാം. ഇനി അതല്ല, ടോപ്പ് എന്ന് പറയുന്നത് അതിനെ മറികടന്നിട്ടുണ്ട്, n-1 പരമാവധി എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, സ്റ്റാക്ക് ഓവർഫ്ലോ ആണ്. സോ ദിസ് ഈസ് ദ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഓർ അൽഗോരിതം ഫോർ ഇൻസേർഷൻ. വാട്ട് ഈസ് മീൻ ബൈ പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ? എന്താണ് പുഷ് പോപ്പ് ഓപ്പറേഷൻ? സ്റ്റാക്കിൻ്റെ മുകളിൽ ചെയ്യുന്ന ഇൻസേർട്ട് ഓപ്പറേഷനാണ് നമ്മൾ പുഷ് എന്ന് പറയുക. സ്റ്റാക്കിൻ്റെ മുകളിൽ ചെയ്യുന്ന ഡിലീറ്റ് ഓപ്പറേഷനാണ് പോപ്പ് എന്ന് പറയുക. ഇൻസേർട്ട് ഓപ്പറേഷൻ ഓൺ എ സ്റ്റാക്ക് ഈസ് കോൾഡ് പുഷ്. ഡിലീറ്റ് ഓപ്പറേഷൻ ഓൺ സ്റ്റാക്ക് ഈസ് കോൾഡ് പോപ്പ്. ദെൻ റൈറ്റ് ആൻ അൽഗോരിതം ടു ഡിലീറ്റ് ആൻ എലമെൻറ്റ് ഫ്രം എ സ്റ്റാക്ക്. സ്റ്റാക്കിൽ നിന്ന് ഒരു ഐറ്റത്തെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതം എഴുതുക. എഗെയിൻ സ്റ്റാക്ക് എന്ന് പറയുന്ന അറേ മാക്സിമം സൈസ് n, ടോപ്പ് TOS കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. VILിലേക്കാണ് നമുക്ക് വാല്യൂ കിട്ടേണ്ടത് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ആദ്യം ചെയ്യേണ്ടത് അതിൽ ഐറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഇഫ് ടോപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ -1, ടോപ്പിൽ ഐറ്റം ഉണ്ട് എങ്കിൽ, ഐ മീൻ സ്റ്റാക്കിൽ ഐറ്റം ഉണ്ട് എങ്കിൽ, ടോപ്പ് ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ, ടോപ്പ് 0, 1, 2 ഒക്കെ ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ സ്റ്റാക്കിൽ ഐറ്റം നിലവിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാക്കിൻ്റെ ടോപ്പ് ഇപ്പോൾ എവിടെയാണോ ആ ടോപ്പിലുള്ള വാല്യൂ VIL എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാറുക. അതെന്ന് പറഞ്ഞാൽ ആ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുക. എന്നിട്ട് ടോപ്പ് ഒന്ന് മൈനസ് ചെയ്യുക. ടോപ്പ് ഓഫ് സ്റ്റാക്ക് ഈക്വൽ ടു ടോപ്പ് ഓഫ് സ്റ്റാക്ക് TOS -1 ചെയ്യുക. എൽസ് അതല്ല സിറ്റുവേഷൻ എങ്കിൽ, ഗ്രേറ്റർ ദാൻ -1 അല്ല, അതെന്ന് പറഞ്ഞാൽ -1ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, സ്റ്റാക്കിൽ ഐറ്റംസ് റിട്ടേൺ ചെയ്യാനില്ല. ഇറ്റ് മീൻസ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. ദെൻ റൈറ്റ് അൽഗോരിതം ടു പെർഫോം ഇൻസേർട്ട് ആൻഡ് ഡിലീറ്റ് ഓപ്പറേഷൻ ഓൺ ലീനിയർ ക്യൂസ്. ലീനിയർ ക്യൂവിൻ്റെ മുകളിൽ ഇൻസേർട്ടും ഡിലീറ്റും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ. ഇവിടെ അസ്യൂം ദാറ്റ് QOF ക്യൂ ആണ് അറേയുടെ പേര്, n ആണ് അതിൻ്റെ സൈസ്, ഫ്രണ്ട് റിയർ എന്ന് പറയുന്നത് ഫ്രണ്ടിനെയും ക്യൂവിൻ്റെ ഫ്രണ്ടിനെയും റിയറിനെയും ഡിനോട്ട് ചെയ്യുന്നു. VIL ആണ് കണ്ടെയ്ൻസ് ദ ഡാറ്റ ടു ബി ആഡഡ് ഇൻ ടു ദ ക്യൂ ഓർ ഡിലീറ്റഡ് ഫ്രം ദ ക്യൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അറേയിൽ, ഐ മീൻ നമ്മുടെ ക്യൂവിൽ സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കേസ്, ഈഫ് റിയർ ഈക്വൽ ടു -1, റിയർ -1 ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദർ ഇസ് നോ ഐറ്റം ഇൻ ദ ക്യൂ. അങ്ങനെയാണെങ്കിൽ അതെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഫ്രണ്ടും റിയറും, ഫ്രണ്ട് ആൻഡ് റിയർ ഈക്വൽ ടു 0, ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാല്യൂ, അതായത് ഫസ്റ്റ് പൊസിഷനിലേക്ക് വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി അതല്ല, ദർ ആർ സം ഐറ്റംസ്. അങ്ങനെയാണെങ്കിൽ റിയറിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കുക. എൽസ് ഇഫ് റിയർ ലെസ് ദാൻ n-1, സ്പേസ് ഉണ്ട്, n-1 ആണ്, മാക്സിമം സൈസിനേക്കാൾ ചെറുതാണ് ഇപ്പോൾ റിയർ, സോ ദർ ഈസ് സ്പേസ്. അങ്ങനെയാണെങ്കിൽ റിയർ ഈക്വൽ ടു ഇപ്പോൾ നിൽക്കുന്ന റിയറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് ഒരു പൊസിഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് ആ പൊസിഷനിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ കൊടുക്കുക. എൽസ് ഈ രണ്ട് സിറ്റുവേഷനല്ല, അതായത് empty അല്ല, അതുപോലെ തന്നെ ദർ ഇസ് നോ സ്പേസ് ടു ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ളാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്,
ക്യൂ ഈസ് ഓവർഫ്ലോ. ഇതാണ് അൽഗോരിതം. ഈ 3 കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർഷൻ പെർഫോം ചെയ്യാം. ദെൻ അൽഗോരിതം ഫോർ ഡിലീഷൻ. എഗെയിൻ അതേ കേസ് തന്നെ നമ്മളെടുത്ത് ക്യൂ ആണ് നമ്മളുടെ അറേയുടെ പേര്. ഫ്രണ്ട് റിയർ ഉണ്ട്. ഫ്രണ്ടിലെ എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യുന്നു, റിയർ അവസാനം ആഡ് ചെയ്ത എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യുന്നു. വാല്യൂയിലേക്കാണ് VAL എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടേണ്ടത്. ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ക്യൂ എം ടി ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നു നമ്മൾ. ഫ്രണ്ട് -1 കൂടുതലാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ആ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്തെടുക്കുക. വാല്യൂ ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. ആ ഫ്രണ്ടിലുള്ള വാല്യൂവിനെ VALലേക്ക് കൊടുത്തു. ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1. ഫ്രണ്ട് ഒന്നും കൂടെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു. എൽസ് ഇതല്ല സിറ്റുവേഷൻ എങ്കിൽ എന്താണ്, ക്യൂ അണ്ടർഫ്ലോ. ക്യൂവിൽ ദർ ഇസ് നോ ഐറ്റം ടു ഗിവ്. എൻഡ് ഓഫ് ഇഫ്. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ് നമ്മൾ. ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ, ഇങ്ങനെ ഫ്രണ്ട് അപ്ഡേറ്റ് ചെയ്ത് പോയതിന് ശേഷം അത് റിയറിനെ മറികടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദർ ഇസ് നോ ഐറ്റംസ് ഇൻ ദ ക്യൂ. അപ്പോൾ നമുക്ക് വീണ്ടും അത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1, അതായത് എം ടി ക്യൂ ആയിട്ട് അതിനെ റീസെറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ അൽഗോരിതം ഫോർ ഡിലീഷൻ. നൗ ഹൗ സർക്കുലർ ക്യൂ ഓവർകം ലിമിറ്റേഷൻസ് ഓഫ് ലീനിയർ ക്യൂ. എങ്ങനെയാണ് സർക്കുലർ ക്യൂ ലീനിയർ ക്യൂവിൻ്റെ ലിമിറ്റേഷൻസ് മറികടക്കുന്നത്? ലീനിയർ ക്യൂവിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻ സം സിറ്റുവേഷൻസ് even though there are spaces in the queue to accommodate elements, it gives an overflow message. ചില സിറ്റുവേഷനിൽ, അതായത് റിയർ കയറി പോയി ഏറ്റവും അവസാനത്തെ മാക്സിമം ഇൻഡെക്സിൽ എത്തുന്നു. ഫ്രണ്ട് കുറച്ചിങ്ങോട്ട് കയറി വന്നിട്ട് ഫ്രണ്ട് കുറച്ച് ഒരു 4-5 ഐറ്റം കഴിഞ്ഞതിന് ശേഷം നിൽക്കുന്നു. ഫ്രണ്ട് എന്ന് പറയുന്ന പോയിൻ്റ് അതിൽ ഇൻഡെക്സ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ നമ്മുടെ ക്യൂ ലീനിയർ ക്യൂ നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ക്യൂ ഓവർഫ്ലോ ആയിരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂവിൻ്റെ ഫ്രണ്ടും റിയറും റൊട്ടേറ്റ് ചെയ്യുന്ന ഫോർമാറ്റിൽ ലീനിയർ ക്യൂവിൻ്റെ എൻഡും അതുപോലെ അതിൻ്റെ ഫ്രണ്ടും തമ്മിൽ ലോജിക്കലി കണക്ട് ചെയ്തിട്ട് ഫ്രണ്ടും റിയറും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കുലർ ഫാഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ക്യൂയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ദാറ്റ് ഈസ് കോൾഡ് സർക്കുലർ ക്യൂ. ഇൻ ലീനിയർ ക്യൂ ദർ ഈസ് ഇഷ്യൂ that it give overflow message in some situations even if queue is not full അല്ലെങ്കിലും നമുക്ക് ഫുള്ളായിട്ടുള്ള ഓവർഫ്ലോ മെസ്സേജ് വരുന്നു. ദിസ് ഇഷ്യൂ ക്യാൻ ബി ഓവർകം വിത്ത് ദ സർക്കുലർ ക്യൂവിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം. ഇറ്റ് ഈസ് എ ക്യൂ ഇൻ വിച്ച് ദ 2 ends point meet. 2 end points മീറ്റ് ചെയ്യുന്ന ഫ്രണ്ടും, അതായത് ക്യൂവിൻ്റെ ക്യൂ എന്ന് പറയുന്ന അറേ, ക്യൂക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അറേയുടെ ഫസ്റ്റ് ലൊക്കേഷനും ലാസ്റ്റ് ലൊക്കേഷനും തമ്മിൽ പരസ്പരം ലോജിക്കലി കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഇറ്റ്സ് അഡ്വാൻറ്റേജ് ഓവർ ലീനിയർ ക്യൂ ഈസ് ദാറ്റ് സ്പേസ് യൂട്ടിലൈസേഷൻ ഈസ് മാക്സിമം. എല്ലാ സ്പേസും അത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഓവർഫ്ലോ occurs only if all the locations are filled with data items. എല്ലാ ലൊക്കേഷനും ഡാറ്റ ഐറ്റംസ് കൊണ്ട് ഫില്ല് ചെയ്താൽ മാത്രമേ ഓവർഫ്ലോ occur ചെയ്യുള്ളൂ. Then some of the operations performed on data structures are given below. Insertion, deletion, searching, sorting. Which of these operations face underflow situation? എപ്പോഴാണ് underflow വരുന്നത്? സംശയം വേണ്ട. നമ്മൾ ഡിലീഷൻ പെർഫോം ചെയ്യുന്ന സമയത്താണ്. Here it is not correct. ഡിലീഷൻ പെർഫോം ചെയ്യുന്ന സമയത്താണ് അണ്ടർഫ്ലോ ഒക്കർ ചെയ്യുന്നത്. ഇൻസേർഷൻ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് നമുക്ക് ഓവർഫ്ലോ വരുന്നത്. ഡിലീഷൻ എന്ന് പറയുന്നത് ഒരു ഐറ്റത്തെ നമ്മൾ ആ ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇഫ് ദർ ഈസ് നോ ഐറ്റം ഇൻ ദ ഡാറ്റ സ്ട്രക്ചർ, അപ്പോഴാണ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ വരുന്നത്. സോ ദ ആൻസർ ഈസ് ഡിലീഷൻ. നൗ എക്സ്പ്ലെയിൻ this situation in the context of an appropriate data structure. So the operation is pop operation. Stack in the case pop operation perform ചെയ്യുന്ന സമയത്താണ് underflow occur ചെയ്യുന്നത്. In this process, deleting an element from top of stack, if we try to delete
an item from empty stack, an unfavorable situation arises known as stack underflow. അപ്പോൾ ഇവിടെ സ്റ്റാക്കിൽ ഐറ്റംസ് ഉണ്ട്. ഈ സമയത്ത് നമ്മൾ പോപ്പ് പറയുന്ന സമയത്ത് നമുക്ക് ഐറ്റം റിട്ടേൺ ചെയ്യും. ഫസ്റ്റ് പോപ്പിൽ 56, ദെൻ 18, ദെൻ 34, ദെൻ 25. ആ 25 കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ പോപ്പ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, അണ്ടർഫ്ലോ എന്ന് പറയുന്ന സിറ്റുവേഷൻ വരും. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ്ങിൽ 4 ഐറ്റംസ് വന്നിട്ട് 4 ഡാറ്റാ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അത് മാച്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ടേബിളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. സോ ദ മാച്ചിങ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. അറേക്കാണ് സബ്സ്ക്രിപ്റ്റ് ഉള്ളത്. എലമെൻറ്റ്സ് ആർ ആക്സസ്ഡ് ബൈ സ്പെസിഫൈങ് ഇറ്റ്സ് പൊസിഷൻ. സ്റ്റാക്കിനാണ് ഈ ബി സെക്ഷനിൽ തന്നതിൽ ടോപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്കിനാണുള്ളത്. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ അറ്റ് ദ സെയിം എൻഡ്. ദെൻ ക്യൂ റിയർ എൻഡ് അതിനാണ് വരുന്നത്, റിയർ ആണ് അതിന് മാച്ച് ആവുന്നത്. ഇൻസേർഷൻ ഡിലീഷൻ അറ്റ് ഡിഫറെൻറ്റ് എൻഡ്സ്. ദെൻ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റാണ് ഫസ്റ്റ് നോഡിനെ നമ്മൾ സ്റ്റാർട്ട് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. നോഡ് നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് ദ മാച്ച്ഡ് ടേബിൾ for question number 9. Then explain why linked list do not face overflow situation in the case of array based data structures. Array based data structures inde pole എന്തുകൊണ്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റിന് ഓവർഫ്ലോ സംഭവിക്കാത്തത് എന്നാണ് ചോദ്യം. കാരണം ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. അതിൻ്റെ സൈസ് പ്രീ ഡിറ്റർമിൻഡ് അല്ല. എപ്പോഴാണോ നമുക്ക് മെമ്മറി ബ്ലോക്ക്സ് ആവശ്യമുള്ളത് ആ സമയത്ത് നമ്മൾ ആവശ്യത്തിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു. ആവശ്യം കഴിഞ്ഞാൽ അതിനെ ഫ്രീ ആക്കി കൊടുക്കുന്നു. സോ ദ ആൻസർ ഈസ് ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. So the memory required for this data structure is allocated as and when it is required. So there is no chance for overflow as in the case of array-based data structure. In array-based data structures, the maximum data items that can be stored in a data structure is predetermined. ഇതാണ് പോയിന്റ്. അറേ ബേസ്ഡുള്ള ഡാറ്റ സ്ട്രക്ചറിൽ എത്ര എലമെൻറ്റ്സിനെ അതിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആൾറെഡി ഡിസൈഡഡ് ആണ്. കാരണം അതിൻ്റെ സൈസ് മെമ്മറി ഈസ് ആൾറെഡി അലോക്കേറ്റഡ്. സോ ദർ ഈസ് ചാൻസ് ഫോർ ഓവർഫ്ലോ. അത്തരം കേസിൽ എന്തുണ്ട്, ഓവർഫ്ലോക്ക് ചാൻസ് ഉണ്ട്. സോ ഇതാണ് ചാപ്റ്റർ നമ്പർ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. താങ്ക് യു.